എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ബുള്ളറ്റ് റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ വീഡിയോ ഇട്ടതിന് ശേഷം വന്നൊരു കോൺടാക്റ്റ് ആണ് അല്ലേ, എൻക്വയറിയാണ്. അപ്പോൾ എന്തായാലും അനീഷ് ബ്രോയുടെ കരുനാഗപ്പള്ളിയിലുള്ള അനീഷ് ബ്രോയുടെ വണ്ടിയാണ്. കുറച്ച് നാളായിട്ട് എന്താ പറയുക, ഞാൻ ഷിജിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുമായിരുന്നു വണ്ടി എവിടെ. അതിനൊറ്റ റീസൺ എന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും വന്നിട്ട് എൻ്റെ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അനീഷ് ബ്രോ എന്നെ മെസ്സേജ് ഇടുമായിരുന്നു. അതെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ലേറ്റായി? ഇത് ആദ്യം വണ്ടി എടുത്തിട്ട് സത്യം പറഞ്ഞാൽ കുറച്ചധികം നാളായി. അപ്പോൾ അനുശേഷം തന്നെ ഇടയ്ക്ക് ചില കസ്റ്റമർ അത്യാവശ്യം കാണിക്കുമ്പോൾ ഞാൻ പറയാം പക്ഷേ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് ചെയ്യും, നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യാം. പുള്ളി വരാറായില്ല നാട്ടിൽ. അങ്ങനെ പിന്നെ അങ്ങ് നീണ്ടുപോയതാണ്. അത്യാവശ്യം കുറച്ച് നല്ല ഗ്യാപ്പായി. ഓക്കെ, കുഴപ്പമില്ല. ഇത് ഏത് വർഷത്തെ വണ്ടിയാണ്? ഇത് 91 ആണെന്ന് 1991. ഓക്കെ, അപ്പോൾ അതായത് 35 വർഷം പഴക്കമുള്ള ബുള്ളറ്റാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇത് നമ്മൾ ഫുള്ള് പെയിന്റിങ്, പ്ലേറ്റിങ്, പഫിങ്, പിന്നെ അതായത് എഞ്ചിൻ വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ വണ്ടി ഓടിയാണോ വന്നത് അതോ വണ്ടി പിക്കപ്പിലാണ് കൊണ്ടുവന്നത്? നമ്മൾ പോയി കളക്ട് ചെയ്തത്. ഓക്കെ. പക്ഷേ എഞ്ചിൻ ഓക്കെയാണ്. അപ്പോൾ എന്തൊക്കെ സ്പെയർ ആണ് മാറിയിട്ടുള്ളത്? ഇതിന് നമ്മൾ ഇപ്പോൾ കീ സെറ്റ്, പിന്നെ ആംബിയർ മീറ്റർ മാറ്റി, ഡൂം സെറ്റ് പുതിയതാണ്, ഫ്രണ്ട് നമ്പർ പ്ലേറ്റ്, പിന്നെ 2 സെറ്റ് സ്പോക്സ് പുതിയതാണ്, ക്രാഷ് ഗാർഡ് പുതിയതാണ്, പിന്നെ ഹാൻഡില്, സ്വിച്ചസ്, ത്രോട്ടില്, യോക്ക് ലിവർ, കേബിൾസ്, കോണും ബോള്, ബ്രേക്ക് ഷൂ, പിന്നെ ഫുള്ള് ടെയിൽ അസി, പില്ലൺ ഹാൻഡില്, ബാക്ക്ഗ്രൗണ്ട് ഷോക്കപ്സർ പുതിയതാണ്, പിന്നെ കാർബറേറ്റർ പുതിയതാണ്, പെട്രോൾ സ്റ്റെയിനർ, പ്ലഗ്. അതായത് ഒരു വണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറാനുണ്ടോ ഏറ്റവും പാർട്സ് മൊത്തം മാറിയാണ് നമ്മൾ. സീറ്റ് ഇത് ഒരു ഓവറായിട്ട് ഹൈറ്റ് സൈഡൊക്കെ കൂട്ടി കുഷനൊക്കെ അടിച്ച് ഒരു വൃത്തികേടായിരുന്നു. അപ്പൊ പിന്നെ അനിശേട്ടൻ പറഞ്ഞു എനിക്ക് നോർമൽ രീതി വരുന്ന പോലെ ഒന്ന് ചെയ്തെടുത്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇത് ചെയ്തെടുത്താണോ? ചെയ്തെടുത്തതാണ്, പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ വർക്ക് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അപ്പോൾ സ്പെയറിന് ഇപ്പോൾ എത്ര എല്ലാം കൂടി? സ്പെയർ നമുക്ക് അറൗണ്ട് ഒരു 43,000 സ്പെയർ പാർട്സ്. 43,000. ഓക്കെ.